എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:07 ആയിട്ടുണ്ട്. മാർക്കറ്റ് 141 പോയിൻ്റാണ് അപ്പായിരിക്കണത്. 261 പോയിൻ്റ് ബാങ്ക് നിഫ്റ്റി. നമുക്ക് നേരെ അനലൈസിങ്ങിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് 141 ഏത് ലെവലിലാണെന്നൊന്ന് നോക്കട്ടെ. 24,950 24,950 പ്ലസ് 142 25,100 റൗണ്ട് ചെയ്ത് കൂട്ടാം. ഇരുപത്തഞ്ച് 100 25,111 100,111 അവിടെയാണ് മാർക്കറ്റ്. അതായത് കഴിഞ്ഞ ദിവസം വന്ന ഹൈയുടെ ആ ലെവലിലാണ് മാർക്കറ്റ് അപ്പായിട്ടിരിക്കണേ. അപ്പോൾ 25,180 സീല് പീല് 25,200 150 പീല് നമുക്ക് 25,150 25,150 25,100. ഓക്കെ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് കറക്റ്റാണ്. അപ്പോൾ 25,111 ഭാഗത്തായിരിക്കും മാർക്കറ്റ് ഇന്ന് കൺസോൾട്ടേഷൻ ചെയ്യണത്. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് 25,124 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 25,182 ഭാഗത്തേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. അത് അവിടെ നിന്നും ഒരു ചെറിയൊരു വിക്ക് കിട്ടിക്കഴിഞ്ഞാൽ 25,195, അതായത് 25,195 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ 25,200 റൗണ്ട് ചെയ്തിട്ട് കൂട്ടാം. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ
നമുക്ക് എങ്ങോട്ട് കൂട്ടാം? 25,057 മാർക്കറ്റ് കൂട്ടാം. അവിടെ നിന്ന് ഒരു ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു SMA ബേസ് ചെയ്തിട്ടേ മാർക്കറ്റ് എന്തായാലും വരുള്ളൂ. അപ്പോൾ അവിടെ നിന്നൊരു ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ 25,000 കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് 25,057, 25,200. സിയിൽ എന്തായാലും 128 എന്നുള്ള സ്ട്രൈക്ക് 25,050. കാരണം ഇന്ന് സ്ട്രൈക്ക് നോക്കിയും കണ്ടും സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ വാല്യൂ കുറഞ്ഞു പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സിയിൽ ഡെൽറ്റ വാല്യൂ നല്ലപോലെ കൂടി നിൽക്കുന്നത് 24,900 നല്ലപോലെ കൂടി നിൽക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് 24,800. അതും അത്യാവശ്യം തരക്കേടില്ലാത്ത സ്ട്രൈക്കാണ്. അപ്പോൾ സിയിൽ അത് തന്നെ നിൽക്കട്ടെ, 24,800 സിയിൽ നിൽക്കട്ടെ. പിയിൽ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. നമുക്ക് തൽക്കാലം സെലക്ട് ചെയ്ത് വെക്കുന്നത് 25,200 പിയിൽ സെലക്ട് ചെയ്ത് വെക്കാം, അതായിരിക്കും ബെറ്റർ. 25,200 നമുക്ക് സെലക്ട് ചെയ്ത് 25,100, 25,200 25,100 പറഞ്ഞത്? 25,200 പിയിൽ. സിയിൽ 800. അപ്പോൾ സിയിൽ മാർക്കറ്റ് മുകളിലോട്ട് വരുമ്പോഴത്തേക്കുള്ള നമ്മുടെ ലെവലുകൾ, അതായത് 205 ആദ്യത്തെ റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അപ്പർ സൈഡ് ടാർഗറ്റ്, രണ്ടാമത് 237, മൂന്നാമത്തത് 252, നാലാമത്തത് 266, അഞ്ചാമത്തത് 295 നമ്മുടെ സി ലെവലിൽ വരുന്നത്. അപ്പോൾ സ്റ്റിൽ ഒരു ക്രോസ് ഓവറിലാണ് RSI നിൽക്കുന്നത്. അപ്പോൾ ഈ ക്രോസ് ഓവർ സിയിൽ നിൽക്കുന്നത് ഡൗൺ സൈഡിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്കൊരു ഡൗൺ സൈഡ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു ലെവലും കൂടെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഏതാ? 283 കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ 183, 205, 237, 252. അപ്പോൾ 250 കൂട്ടിയാൽ മതി, ഒരു പോയിന്റ് കുറച്ച് കൂട്ടിയാൽ മതി. ഡെൽറ്റ ഇന്ന് എക്സ്പയർ ചെയ്ത് കാരണം ഡെൽറ്റ വാല്യൂവിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ 266, 295. അപ്പോൾ പിയിൽ നമ്മുടെ 2 മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ സപ്പോർട്ട് എടുക്കാനുള്ള ലെവലുകളാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. അതിലൊന്ന് 265 ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ അവിടെ നിന്നൊരു വിക്ക് താഴത്തേക്ക് അടിച്ചാലും ഈ ഒരു പിൻബാറിൽ ഹിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ റിവേഴ്സ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ആ പ്രൈസിൽ നമുക്ക് അവിടെ വരുമ്പോൾ അറിയാൻ പറ്റും. ഏകദേശം 265 വന്നിട്ട് സപ്പോർട്ട് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു വിക്ക് 259 ഭാഗത്തേക്ക് വന്നിട്ടായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. അപ്പോൾ പിയിൽ എന്തായാലും ഇതൊന്ന് RSI ക്രോസ് ഓവർ ആയിട്ട് റെഡിലേക്ക് കയറുമ്പോഴേ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സപ്പോർട്ട് 245, പിന്നെ ഉള്ളത് 207. അവിടെ നമുക്കൊരു സപ്പോർട്ട് ലൈൻ അഡ്വാൻസ് വരച്ചിട്ടേക്കാം ഏകദേശം കേട്ടോ. ഓക്കെ, പിന്നെ ഉള്ളത് 377 സപ്പോർട്ടുള്ളത്. അല്ല, 177. പിന്നെ ഉള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 177. അവിടെ കൺസോൾട്ടേഷനാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് സി 205 215 ഒരു എന്തുണ്ട്, 215 വരെ ഒരു ലെവൽ നിൽപ്പുണ്ട്. അപ്പോൾ 210 ബ്രേക്ക് ചെയ്താൽ 215 ഒക്കെ പെട്ടെന്ന് പോയി, 215, 216 അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 237 മാർക്കറ്റ് പോകുന്നത്. പറഞ്ഞു തീരുന്നതിന് മുമ്പേ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയി. നമ്മൾ ഇന്ന് ഇത്തിരി ഡിലേ ആയി, രാവിലത്തെ ഇൻഡെക്സും സ്ട്രൈക്കും സെലക്ട് ചെയ്യാനായിട്ട് ഇത്തിരി ഡിലേ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു 10 പോയിന്റ് രാവിലെ തന്നെ ഈസി ആയിട്ടൊക്കെ ഒപ്പിക്കാമായിരുന്നു.
237 അതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ടാർഗറ്റ്. നമുക്ക് എന്തായാലും ഇപ്പോൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കില്ല. കാരണം പിയിൽ 177 വന്നിട്ട് കൺസോൾട്ടേഷൻ വരാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളുടേത് 237 ഭാഗത്തേക്ക് 33 37 ഏകദേശം ഒരു 1-2 പോയിൻ്റൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വിടണം. കാരണം നമ്മൾ ഏകദേശമൊക്കെയാണ് ലൈൻസൊക്കെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രോസ് ഓവർ വരാതെ ഒരിക്കലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല എന്ന് നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സിയിൽ 25,077 ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ മെജോറിറ്റി ഇന്ന് നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. രാവിലത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ശോകമാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ 237 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് 252 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. ഏകദേശം എത്ര വരെ പോയിട്ടുണ്ട്? 233 വരെ അത് പോയിട്ടുണ്ട്. 233 235 ആ 237 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 252 മാർക്കറ്റ് പോകത്തുള്ളൂ. കൺസോൾട്ടേഷൻ സോണിലാണ് 1 അവർ ആണെങ്കിലും 30 മിനിറ്റ് ആണെങ്കിലും 15 മിനിറ്റ്സ് ആണെങ്കിലും ഈവൻ 5 മിനിറ്റ് ആണെങ്കിലും കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടൽ നടക്കുകയില്ല. 205 210 215 220 ആ ഭാഗത്ത് ക്വിക്കായിട്ടുള്ളൊരു എൻട്രി എടുത്താൽ ഒരു 15 പോയിന്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പിയിലേക്കൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 210 ബ്രേക്ക് ചെയ്താൽ 215 ഒരു 5 പോയിന്റ് കിട്ടും. ആ 5 പോയിന്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ മാർക്കറ്റ് 226 245 265 ഭാഗത്തേക്കൊക്കെ പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനിയും ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് ഒരു ഡൗണും കൂടെ വന്നാൽ മാർക്കറ്റ് 177 ഫാളാവുന്നത്. അതിനുശേഷമായിരിക്കും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിയിലേക്ക് ഇപ്പോഴും നമ്മൾ നോക്കുന്നില്ല. ഈ ക്രോസ് ഓവർ ഒന്ന് കിട്ടണം, അത് റെഡിലേക്ക് കയറണം, കൂട്ടത്തിൽ 210 കൂടെ ബ്രേക്ക് ചെയ്യണം. നമ്മൾ 237 പറഞ്ഞത്. 233 വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ. അത് ഏകദേശം ഒരു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു 2-3 പോയിന്റ് വ്യത്യാസം വെക്കണം. ഞാൻ വരച്ച വരകൾ ഇന്ന് എക്സ്ട്രാക്റ്റ് വരെയല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ഡി കെ ഉള്ളത് കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ലൈൻസൊക്കെ ടാർഗറ്റുകളൊക്കെ ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കുന്നത് ചിലപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എൻട്രി ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊരു 10-20 പോയിന്റ് രാവിലത്തെ മൂവ്മെൻറ്റ് തന്നെ, ഫസ്റ്റ് മൂവ്മെൻറ്റ് തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ കിട്ടും. കൺസോൾട്ടേഷൻ സോണിലാണ്. പിയിലേക്കൊരു ഡൈവർജൻസ് വരുന്നുള്ളൂ. പക്ഷേ 210 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 215 220 മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് കുറച്ചും കൂടെ മൂവ് ചെയ്ത് പോയാൽ 229 വരെ വരണം. 229 ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് 245 ഒരു ഹയർ ടൈം ഫ്രെയിം നോക്കുമ്പോൾ 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. എങ്ങോട്ട്? സിയിലേക്ക് ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ്. 5 മിനിറ്റിൽ RSI ഹൈവേ സൈഡിലാണ് നിൽക്കുന്നത്. അതേപോലെ 30 മിനിറ്റിൽ RSI ക്രോസ് ഓവർ വന്ന് സിയിലേക്ക് നിൽക്കുകയാണ്. അതേപോലെ തന്നെ എന്താ പറയണ്ടേ, 1 അവറിലും 50% ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് സി സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രഗിൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RSIയും നമ്മുടെ പ്രൈസും തമ്മിൽ 100 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ടാലി ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് 210 ബ്രേക്ക് ചെയ്താൽ പിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് കിട്ടാനായിട്ടുള്ള ചാൻസസേ ഉള്ളൂ. 210 ബ്രേക്ക് ചെയ്താൽ നമ്മൾ പിയിലേക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം പിയിൽ 177 എന്നുള്ള ലെവൽ താഴെ നിൽപ്പുണ്ട്, ഒരു കൺസോൾട്ടേഷൻ സോൺ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഏത് നിമിഷവും ഒരു വലിവുണ്ടാവാം. ആ
RSI, അതായത് പിയുടെ RSI റെഡിലേക്ക് കയറുമ്പോൾ ഒരു വലിവുണ്ടായിട്ട് അത് വീണ്ടും 177ലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പിയിൽ താൽക്കാലികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യണ്ട എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ വലിവുണ്ടായിട്ടുണ്ട്. ആ വലിവാണ് നമ്മുടെ സിയിലെ ഹോപ്പ് എന്ന് പറയുന്ന സാധനം. 237 അവിടെ നിൽപ്പുണ്ട്, അത് ഞാൻ മാറ്റാം. കാരണം ഞാൻ ബ്ലൂ ലൈൻ വരച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യില്ല, ഹിറ്റ് ചെയ്യും. അങ്ങനെയെങ്കിലും സാധനം ഹിറ്റ് ചെയ്യട്ടെ. 235, 238, 242. ഒന്നും കൂടെ ഒന്ന് ഇവിടെ ഒരു ചെറിയൊരു സ്ട്രഗിൾ വരും. അത് കഴിഞ്ഞാൽ 252ലേക്ക്, 249, 252. ഇത്ര ഉള്ളു കാര്യം. നമ്മൾ വെറുതെ ഇപ്പം ഇട്ടേക്കണത് 4 സ്ക്രീൻ 6 സ്ക്രീനൊക്കെ ഇട്ടിട്ടാണ് ഇത്രയും നല്ലൊരു അക്യുറസി ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിയത്. ഇനി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 266ലേക്കായിരിക്കും മൂവ് ചെയ്യണേ. അപ്പോൾ 220 ആയിക്കോട്ടെ, 230 ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ 21 പോയിൻറ്റിന് മേലെ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ 252-ൽ നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഡിസിപ്ലിൻ റീഡിങ്. പിന്നെ അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അയ്യോ നമ്മളെ 253-ലൊരു വര എപ്പോഴോ വരച്ചു വെച്ചിട്ടുണ്ട്, അതാണ് അവിടെ ഇടിച്ചു നിന്നത്. ഇതാണ് നമ്മൾ ആ വര ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ അവിടെയും ബ്രേക്ക് ചെയ്ത് പോയേനെ. ഞാൻ വരക്കുന്ന വര തട്ടു എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ചീത്തപ്പേരാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വര മാറ്റുന്നത്. 205-ന് താഴത്തോട്ട് വന്നാൽ മാത്രമേ നമ്മൾ ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. 210-ന് മുകളിലോട്ട് പോയാൽ മാത്രമേ പിയും കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ധൈര്യം ഉള്ള ആളുകൾക്ക് 212-ൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ ചെയ്താലോ, നമുക്ക് RSI ഒക്കെ അപ്പർ സൈഡാണ് നിൽക്കുന്നത്. അത് താഴത്തോട്ട് വരാതെ നമുക്ക് ഒരിക്കലും പിയിലേക്ക് നോക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്താൽ. ഇപ്പോൾ 210-ൽ നിന്നാണെങ്കിലും 42 പോയിൻറ്റ്, 220-ൽ നിന്നാണെങ്കിൽ 32 പോയിൻറ്റ്, 230-ൽ നിന്നാണെങ്കിൽ 22 പോയിൻറ്റ്, 240-ൽ നിന്നാണെങ്കിൽ 12 പോയിൻറ്റ്. ഒരു ടെൻഷനും ഇല്ലാതെ സമയം 9:23 ആയിട്ടുണ്ട്. സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ ഞാനൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു മൈനസ് കാണുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ ക്യാപിറ്റൽ പോകുന്നേ, റെഡ് വരുന്നേ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു കാരണവശാലും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കില്ല. നമ്മൾ എടുക്കുന്ന ഒരു എൻട്രീസും ഒറ്റയടിക്കൊന്നും ഗ്രീനിലേക്ക് പോകത്തില്ല. അതായത് അതേപോലെ കണ്ണിങ് ആയിട്ട് എടുക്കണം. OHCL എന്ന് പറഞ്ഞൊരു സാധനം ക്യാൻഡിലിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രഗിൾ വരും. പിയിലേക്ക് കുറച്ച് മൂവ്മെൻറ്റ് കിട്ടും, കിട്ടാതിരിക്കത്തില്ല. കാരണം 205 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. പക്ഷേ നമ്മളിനി 252 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇന്ന് എടുക്കുന്നുള്ളൂ. വെറുതെ ഹോൾഡ് ചെയ്ത് DK അടിച്ചിട്ട് നമ്മൾ മൈനസ് കളയുന്നില്ല. ഇനി 253 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാ 266-ലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും. കാരണം 30 മിനിറ്റിൽ 25,110 ഫ്യൂച്ചറിൽ ടച്ച് ചെയ്യാൻ കിടക്കുന്നു. 5 മിനിറ്റിൽ RSI വന്നിട്ടില്ല. അതേപോലെ തന്നെ 15 മിനിറ്റ്സിൽ 4 ചാർട്ടാണ് എടുത്തിട്ടിരിക്കുന്നത് വേറൊരു സ്ക്രീനിൽ. 25,100 15 മിനിറ്റ്സിനെ സംബന്ധിച്ച് 25,100 ടച്ച് ചെയ്യാനുണ്ട്. അല്ല, ആദ്യം തൊട്ട് പറയാം. 1 അവറിൻ്റെ ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ 25,112 കൺസോൾട്ടേഷൻ സോണാണ്. അതേപോലെ തന്നെ 30 മിനിറ്റിന് നോക്കുമ്പോൾ 25,110 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട്. അതേപോലെ അപ്പോൾ 25,110ലേക്ക് 50 മിനിറ്റ്സ് പോകാനുണ്ട്, 30 മിനിറ്റ് പോകാനുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഏകദേശം ഹിറ്റ് ചെയ്തതിൻ്റെ വകുപ്പിലാണ് ഇപ്പോൾ 255 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയിരിക്കണേ. അപ്പോൾ അത് നമുക്ക് ഈ കൂടുതൽ ചാർട്ട് ഉള്ളത് കൊണ്ട് കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് അവിടെയും ആ സ്കാൽപ്പിങ്ങിൽ ചെറിയ പോയിൻ്റ് നേടിയെടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഉടനെ ഒന്നും പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും
മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തൊക്കെ നിൽക്കട്ടെ. അപ്പോൾ 25,103 ഫ്യൂച്ചർ നിൽക്കുന്നത്. 25,110. ഓക്കെ, 267, 269, 25,125 എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് 1 അവറിൻ്റെ ക്യാൻഡിൽ. അപ്പോൾ അടുത്ത ടാർഗറ്റും നമ്മളുടെ ഹിറ്റ് ചെയ്ത് 267 ഹിറ്റ് ചെയ്ത്. എന്ത് രസമുള്ള മൂവ്മെൻറ്റാണ്. എന്തായാലും അടുത്ത ആഴ്ച ഒരു 32 ഇഞ്ചിൻ്റെ സ്ക്രീനും കൂടെ മേടിച്ചിട്ടേ കാര്യമുള്ളൂ. ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇത് സ്കിപ്പ് ചെയ്ത് ചാർട്ടൊക്കെ മാറ്റിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ലാപ്ടോപ്പിലാണ്. ഒരു 32 ഇഞ്ചിൻ്റെ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ്, ഒരു 29 ഇഞ്ച് അൾട്രാ വൈഡ്, ഒരു 35 ഇഞ്ച് ടി വിയും കൂടെ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റും. കാരണം ഓൾമോസ്റ്റ് എല്ലാം അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്, എല്ലാ ടൈം ഫ്രെയിമും. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ദിശയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ 1 അവറും 15 മിനിറ്റ്സും ഡൗൺ സൈഡിലാണ്, 30 മിനിറ്റും 5 മിനിറ്റും അപ്പർ സൈഡിലാണെന്നുണ്ടെങ്കിലാണ് മെജോറിറ്റി കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. നേരെ മറിച്ച് എല്ലാം ഒരേ ദിശയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വോളിയത്തിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ നമുക്ക് ടാർഗറ്റൊക്കെ ഈസിയായിട്ട് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 252 നിന്ന് 266 ഫൈനൽ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 266, നമ്മൾ 9:15 തന്നെ മുമ്പ് തന്നെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ലെവലാണ്. അപ്പോൾ ഇവിടെ ഇനി പ്രോഫിറ്റ് കിട്ടിയില്ല, ലൈവിൽ വരുന്നവർക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ സ്കിപ്പ് ചെയ്താണ് 2 ട്രേഡ് എടുത്തത്. ഒന്ന് നമ്മൾ കൃത്യമായിട്ട് 252 ഇറങ്ങി, ദെൻ 252 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 266 എടുക്കാമെന്ന് പറഞ്ഞു. 52 10 62 4 14 പോയിൻ്റ് അവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വിക്കും കൂടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തൊരു മൂവ്മെൻറ്റ് 9:30 ശേഷം അല്ലെങ്കിൽ ഈ ക്യാൻഡലിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റിജക്ഷൻ വരാനുള്ളത് 273 273 റിജക്ഷൻ വന്നിട്ട് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ 295 ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് വരുന്നത്. അതിനു മുമ്പ് ഇനി പിയിൽ നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് ആണെങ്കിൽ 71 മുതൽ 77 വരെ ഒരു മൂവ്മെൻറ്റ് കിട്ടും. ഒരു 70 മുതൽ 77 വരെ ഒരു മൂവ്മെൻറ്റ്. കാരണം പിയിലേക്ക് ഇവിടെ 2 മിനിറ്റിൽ ഒന്ന് മാർക്കറ്റ് പോകാനായിട്ടുണ്ട് നിലവിൽ. അപ്പോൾ അത് ഒന്ന് പോയി വന്നിട്ടേ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴേ ഇനി സിയിൽ അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് പിയിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. 188 വരെയൊക്കെ മുട്ടാനായിട്ട് കിടപ്പുണ്ട് പി. പിന്നെ SMA മുകളിലാണ് കിടക്കുന്നത്. RSI ഒരു 45 ഡിഗ്രി ചരിവ് വന്നിട്ടുണ്ട്. ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് പിയിൽ കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. $265 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മളിനി സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഹൈ വോളിയാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മുടെ കംപ്ലീറ്റ് വ്യൂവും ഇന്ന് സിയിൽ തന്നെയാണ്. ഇന്ന് വൈകിട്ട് വരെ നമ്മളിന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിലാണ്. അത് ഓരോ ടൈം ഫ്രെയിം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്ന് 5 മിനിറ്റിൽ ഒരു RSI ഡൈവർജൻസ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ലെവലിൽ 170 ബ്രേക്ക് ചെയ്തിട്ട് എവിടം വരെ പോയിട്ടുണ്ട്? 72 വരെ പോയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. കാരണം പക്ക കൺസോൾട്ടേഷൻ സോണാണ്. നമ്മൾ രാവിലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചെറിയ സ്റ്റോപ്പ് ലോസോ ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല.
കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ്. എല്ലാ ടൈം ഫ്രെയിമും കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഓൾറെഡി അഡ്വാൻസ് പറഞ്ഞിട്ടുണ്ട്, ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇന്ന് ട്രേഡിങ് നടക്കുകയില്ല. വരുന്നതൊക്കെ വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കും. നമുക്ക് തൽക്കാലം സിയിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. 265 ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലും ഒരു ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 273 265 കമ്പനി ഒരു വര വരച്ചിട്ടിട്ടുണ്ട്. 265 ബ്രേക്ക് ചെയ്താൽ 273 നമ്മൾ ഇനി കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പിയിൽ തന്നെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ. 188 എന്നുള്ളത് 186 ഒന്ന് താന്നിട്ടുണ്ട്. RSI ഇവിടെ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചെറിയൊരു മൂവ്മെൻ്റ് എങ്കിലും പിയിൽ വരണം. അതിനുശേഷം മാത്രമായിരിക്കും സിയിൽ ഇനി മൂവ്മെൻറ്റ് വരത്തുള്ളൂ. $178, 192, 195. അപ്പോൾ റെഡ് കണ്ട് പേടിക്കുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാനൊന്നുമില്ല. പക്ഷേ അല്ലാതെ നമ്മൾ എന്തായാലും പിയിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. SMA മുകളിലുണ്ട്. അതേപോലെ 299 ഭാഗമൊക്കെ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. കറക്റ്റ് 275 ഇറങ്ങി നമ്മൾ അത് കഴിഞ്ഞിട്ട് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തു. അതിനിടയ്ക്ക് ഒരു റെഡ് വന്നു. അതൊക്കെ സ്വാഭാവികം. അപ്പോൾ റെഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം ഉണ്ടാവത്തുള്ളൂ. 188 നമ്മൾ പറഞ്ഞത്. പക്ഷേ 195 വരെ പോയിട്ടുണ്ട്. 88, 95. 88 വരുമ്പോൾ ബ്രേക്ക് ചെയ്ത 95 പറയാമെന്നും പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷേ 88 ബ്രേക്ക് ചെയ്ത് 95 പോയിട്ടുണ്ട്. കാരണം സി എടുത്ത് വെച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് ബിഗ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിയിൽ ഈ ഒരു സിംഗിൾ ചാർട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഡബിൾ ചാർട്ട് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം എന്താണ് സിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞതും ഇനി 260 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞതും പിയിലൊരു മൂവ്മെൻറ്റ് 188 വരെ പോകാനുണ്ടെന്ന് പറഞ്ഞതും. അപ്പോൾ അത് 70 മുതൽ 88, 95 വരെ പോയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ നമുക്ക് ഈ SMA കൂടെ വന്ന് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഒരു മൂവ്മെൻറ്റ് നോക്കുന്നതാണ് നല്ലത്. പിയിൽ ഈ RSI മേളിലോട്ട് പോയി ക്രോസ് ഓവറായി വരുന്നത് വരെ ഇനി പി തന്നെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇവിടം വരെ ഒന്ന് എത്തി നോക്കിയിട്ടുണ്ട്. ഇനി പതുക്കെ പോയി 200 ബ്രേക്ക് ചെയ്ത് 229 ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ 243 വരെ പൊക്കോട്ടെ. താഴത്ത് 212 സപ്പോർട്ട് സോൺ നിൽപ്പുണ്ട്. ആ 212, 205 കൂടെ 210, 205 ബ്രേക്ക് ചെയ്താൽ SMA ഇപ്പോൾ വന്ന് നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഫാളാവും. അപ്പോൾ എനിവേ നമുക്ക് പിയുടെ മൂവ്മെൻറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഇനി സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അതായത് ഒരു വിക്ക് ആദ്യം ഉണ്ടാക്കിയിടും. അത് കഴിഞ്ഞിട്ട് ഇടിച്ച് ആ ഭാഗത്തേക്ക് ഒരു മൂവ്മെൻറ്റ് പോകും. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. അതിന് ഞാൻ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 212 ഒരു സപ്പോർട്ട് സോൺ ഉണ്ട് സിയിൽ. ആ വൈറ്റ് ലൈനിലേക്ക് ഹിറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ SMA ഒക്കെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊരു മൂവ്മെൻ്റ് ഒക്കെ നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് 170 ആണെങ്കിലും 21 പോയിൻ്റ് ഓൾറെഡി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. 200 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി സ്പീഡായിട്ടായിരിക്കും 229 മൂവ് ചെയ്യണത്. RSI പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ലൈൻ ഉണ്ടായിരുന്ന 149 ഈ 149 നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ തന്നെ വരച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതാണ് പറയണത്, ഈ ലൈനൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഒന്ന് വരച്ചു വെക്കണം. നമുക്കതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ RSIയുടെ ക്രോസ് ഓവറൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്നൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 50 നിന്ന്
200 വരെയുള്ള മൂവ്മെൻ്റ് ആണെങ്കിലും ഞാനിപ്പോൾ ഈ ലൈവിൽ ഇങ്ങനെ വ്യൂ പറഞ്ഞ് കളസർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഈ വരയൊക്കെ വരച്ചിട്ടിട്ട് പ്ലാൻ ചെയ്തൊക്കെ ചെയ്താലും ഇവിടെ നിന്ന് ഇവിടം വരെ 50 പോയിൻ്റാണ്, വേണ്ട 40 പോയിൻ്റാണ്. 200 205 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അതായത് ഇവിടെ വിക്കുണ്ടാക്കി, അപ്പോൾ ഇവിടെ തൊട്ടേ പറയുന്നുണ്ട് പതുക്കെ പതുക്കെ ഇടിച്ച് കയറി വരും. അപ്പം അങ്ങനെ നോക്കിയാലും 80-ൽ നിന്ന് 20 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടും. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയൊരു മൈനസ് ചിലപ്പോൾ താഴത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കരുതിയിരിക്കുക. ഒരൊറ്റ വിക്ക് 160 നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മിനിറ്റിൻ്റെ ഒരൊറ്റ വിക്ക് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ റെഡിലേക്ക് കയറിയിട്ടില്ല. ആ റെഡിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു റെഡ് ഇട്ടേക്കണ ലൈൻ തന്നെ അവിടെ ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഒന്ന് താഴത്തോട്ട് വരാനൊക്കെ ആയിട്ട് പി ശ്രമിക്കും. അങ്ങനെ വന്നാലും ഈ ഒരു വൈറ്റ് ഡോട്ടോ അല്ലെങ്കിൽ 160 ഒരു സഡൻ ഡംപ് വന്നിട്ടായിരിക്കും നെക്സ്റ്റ് ക്യാനിൽ തിരിച്ച് മൂവ് ചെയ്യണത്. അപ്പം അത് നമ്മളൊന്ന് കരുതിയിരിക്കണം. വരാറുണ്ട് ചില സമയത്തൊക്കെ, നമ്മളത് കരുതിയിരിക്കണമെന്നുള്ളത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കരുതിയിരിക്കുക. വരുമോ വരാതിരിക്കുമോ സെക്കൻഡറി. RSI ഓൾറെഡി കയറി അങ്ങ് പോകുന്നുണ്ട്. 205 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 229 230 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ 212 ഭാഗത്ത് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ 212 നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് സി ഡൗണിലേക്ക് ആയാൽ 183 192 മാർക്കറ്റ് ഫാളാവും. അങ്ങനെ വരികയാണെങ്കിൽ ഇത് യെല്ലോ ലൈൻ ടച്ച് ചെയ്യാനായിട്ട് 229 230 പോകണം. 205 ബ്രേക്ക് ചെയ്തിട്ട് നമ്മളിനി പിയുടെ RSI ക്രോസ് ഓവർ ആവാതെ നമ്മൾ സിയിലേക്ക് ഒരു കാരണവശാലും നോക്കുന്നതല്ല. 202 ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യത്തുള്ളൂ. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ക്യാൻഡിലായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, 205 ടച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു 3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞത് 212 ടച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. 212 ടച്ച് ചെയ്തപ്പോൾ ഇവിടെ 205 ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 205 ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ബ്രേക്ക് ചെയ്താൽ അടുത്ത സ്റ്റെപ്പിലേക്ക് മാർക്കറ്റ് പോവുള്ളൂ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഗ്രീൻ തന്നെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള പ്രതീക്ഷ വേണ്ട. അത് ഇന്നലെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ഓരോ സ്ഥലത്ത് റെസ്പെക്റ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് റെസ്പെക്റ്റ് ചെയ്ത് മാത്രമായിരിക്കും മാർക്കറ്റ് പോകത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും മാർക്കറ്റ് മൂവ് ചെയ്യത്തില്ല. കാരണം ഇവിടെ തന്നെ പിയിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു 5 ക്യാൻഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് കൺസോൾട്ടേഷൻ സോണിൽ പോയി കഴിഞ്ഞാൽ ഈ RSI മുകളിൽ പോയിട്ട് താഴത്തോട്ട് തിരിയുകയും ചെയ്യും. ഈ 205 നമ്മൾ ഇറങ്ങുക എന്ന് വിചാരിച്ചു. 205 ഇറങ്ങിയിട്ട് ചിലപ്പോൾ ഈ മഞ്ഞ ലൈൻ ഒരു 5 ക്യാൻഡിൽ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ മഞ്ഞ ലൈൻ 205 അടുത്തെത്തും. അപ്പോൾ നമ്മൾ ആ റെസ്പെക്റ്റിലൊന്ന് ബ്രേക്ക് ചെയ്യുക. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 241 നോക്കാം. 205 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 224 229 നമുക്ക് നോക്കാവുന്നതാണ്. ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും. ആദ്യം ഒരു വിക്ക് വരും 208 210. ആദ്യം ഒരു വിക്ക് വരും. ഞാനതാ പറഞ്ഞു തീർന്നതിന് മുമ്പ് തന്നെ വന്നു കഴിഞ്ഞ്. ആദ്യം ഒരു വിക്ക് വരും എന്ന് വായിൽ വന്നതാ. എന്നുവെച്ചാൽ ട്രാപ്പാക്കാനായിട്ടൊന്ന് നോക്കും. അത് ഒരു മിനിറ്റ് മുമ്പേ ഒരു 2 സെക്കൻഡ് മുമ്പേ പറയേണ്ടതായിരുന്നു. വിക്ക് വന്നു, ആദ്യം ഒരു വിക്ക് വരുമെന്ന് വന്നുകൊണ്ട് പറഞ്ഞപ്പോഴേ അത് ആ ഒരു ഇതിലേക്ക് പോയി. എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ 210 എന്നുള്ളത് 205 സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 205 പറഞ്ഞിട്ടുണ്ട്, 210 5 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 210 205 ആ 2 ലൈൻ ബ്രേക്ക് ചെയ്താലാണ് താഴത്തോട്ട് പോകുള്ളൂ. അപ്പോൾ
അത് പെട്ടെന്നാണ് ഞാൻ ആ കാര്യം ഓർത്തെടുത്തത്. അതുകൊണ്ടാണ് ഒരു വിക്ക് ചിലപ്പോൾ വന്നേക്കാം എന്ന് ഞാൻ പറഞ്ഞത്. അത് മൈ മിസ്റ്റേക്ക്, 2 സെക്കൻഡ് ഒന്ന് ഡിലേ ആയിപ്പോയി. സിയിലേക്ക് എന്തായാലും ഉടനെ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ടെൻഷൻ വേണ്ട. ഇതിൻ്റെ ഇടക്ക് അപ്പോൾ ഏകദേശമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അത് എവിടെ നിന്ന് കാണാനില്ല. ഇനിയിപ്പോൾ അത് തപ്പിപ്പിടിക്കണം. അപ്പം അതിനു മുമ്പ് കൺക്ലൂഷൻ പറഞ്ഞേക്കാം. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവ് സെക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പഠിക്കാം. ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഡൗട്ട്. നമ്മുടെ റെക്കോർഡിങ്ങിൻ്റെ ഒരു ബാറുണ്ട്, അത് എവിടെ കൊണ്ട് വെച്ചേക്കുന്നത് കാണുന്നില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഡൗൺ ആണ് വന്നുകൊണ്ടിരിക്കണേ. മാർക്കറ്റ് 210 205 ഒരു സപ്പോർട്ട് സോൺ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 205 നിന്നാണ് മാർക്കറ്റ് റിവേഴ്സായി പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 205 ബ്രേക്ക് ചെയ്തിട്ട് എവിടം വരെ പോയിട്ടുണ്ട്, 210 വരെ പോയിട്ടുള്ളൂ. അതായത് ഇവിടെ 210 ബ്രേക്ക് ചെയ്ത് 205 സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ 205 ബ്രേക്ക് ചെയ്ത് 210 പോയിട്ടുള്ളൂ. അതാണ് നമ്മൾ ഒരു വിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ മൂവ്മെൻ്റ് ആണ്. വീഡിയോ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കറക്ഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ലൈവിലുണ്ടായിരുന്ന ആളുകളുടെ പ്രോഫിറ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ പോസ്റ്റ് ചെയ്താൽ കേട്ടോ, 1273, 1131, 1012. അതൊക്കെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് തുടക്കക്കാരൊക്കെ ചെയ്യുന്നതാണ്. 3450, 2522, 3090. ഇന്ന് വളരെ നല്ല മൂവായിരുന്നു. 462, 1010. അപ്പോൾ നമുക്ക് അതിനൊപ്പം തന്നെ ഇന്നലത്തെയും കൂടെ കാണാം. 1977, 2799, 551. ഇത് 11-ാം തീയതിയിലാണ് കേട്ടോ. 507, 945, 3902, 996, 312, 262. 10-ാം തീയതിയിലാണ് 666, 245, 837, 457. ഇപ്പോൾ 3 ദിവസം അടുപ്പിച്ച് ഞാൻ കാണിച്ചു 936. ഇനിയിപ്പോൾ 9-ാം തീയതിയിലാണ് 2600. അപ്പോൾ അടുപ്പിച്ച് ഇപ്പോൾ 4 ദിവസം പ്രോഫിറ്റ് ആയി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലൈവിൽ കണ്ടിന്യൂസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലെങ്തി ആയിട്ട് പുറകോട്ടുള്ളതൊക്കെ കാണിച്ചു കേട്ടോ. 7-ാം തീയതി. അപ്പോൾ എനിവേ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പഠിക്കാനുള്ളവർക്ക് പഠിക്കാം. എന്താണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ലൈവ് ആണെങ്കിലും എൻ്റെ ശൈലി എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.